ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇത് ഞാൻ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. കാര്യമായിട്ട് ഇന്ന് കുക്കിംഗ് ഒന്നുമില്ല. നമ്മളെ പഴം കൊണ്ട് നല്ലൊരു റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട്, അത് ഞാൻ കാണിക്കട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ വന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റും തന്നെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ദോശമാവുണ്ട്, അപ്പം അപ്പം ചുടണം. അതേപോലെ ഇന്നലത്തെ മീൻ കറി ഉണ്ട്. അപ്പോൾ കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് മക്കൾക്ക് സ്കൂളില്ല, മദ്രസ ഉണ്ട്. അപ്പോൾ ചോറൊക്കെ ആക്കം പോലെ ഉണ്ടാക്കിയാൽ മതി. പിന്നെ നമ്മൾ സ്റ്റോക്ക് റൂമിൽ കുറച്ച് പണിയുണ്ട് കേട്ടോ. HSOമാർക്കുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണം. അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റോക്ക് റൂമിലേക്ക് പോണത്. പിന്നെ ഇന്ന് ചോറൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇന്ന് നമ്മളെ തറവാട് വീടിൻ്റെ താഴെ വീട്ടിൽ കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് കല്യാണ വീട്ടിൽ നിന്നാണ്. നമ്മളെ അടുത്ത അയൽവാസികളായതുകൊണ്ട് ഞാനും മക്കളും എല്ലാവരും കല്യാണത്തിന് പോകുന്നുണ്ട്. അപ്പോൾ ഇനി ചോറൊന്നും ഉണ്ടാക്കില്ല, ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ചിനി ആദ്യം, അതിപ്പോൾ തിളച്ചിട്ടുണ്ട്. അതിക്ക് ചായപ്പൊടി പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ദോശമാവ് ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദോശ ഉണ്ടാക്കണം. അടുപ്പത്ത് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണത്. അതേപോലെ കറി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. തലേ ദിവസത്തെ മീൻ കറി ഉണ്ടായിരുന്നില്ലേ, മീൻ കറിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുക്കിംഗ് വല്ലാതെ ഇല്ലാത്ത ദിവസങ്ങളിൽ ക്ലീനിങ് ആണ് കേട്ടോ കൂടുതൽ ചെയ്യൽ. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുക്കലില്ലല്ലോ, അങ്ങനത്തെ വീഡിയോസൊന്നും വല്ലാതെ ഞാൻ ചെയ്യലില്ല. നമ്മൾ കുക്കിംഗ് വീഡിയോസ് അല്ലേ ചെയ്യൽ, അപ്പോൾ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തണമില്ല. ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നുമില്ലല്ലോ. ഉച്ചയ്ക്ക് ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞല്ലോ കല്യാണത്തിന് പോവുകയാണെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു ദോശൻ്റെ റെസിപ്പി ഞാൻ എപ്പോഴും കാണിക്കണം വിചാരിച്ചു. ഇത് ഞാൻ മറക്കും ചെയ്യും കേട്ടോ. ഇതിൽ ഞാൻ പച്ചരിയും അതേപോലെ തന്നെ ചോറും 2 സ്പൂൺ ഉഴുന്നിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഒരു മാവ്. അപ്പോൾ മാവൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും ദോശ ഉണ്ടാക്കുമ്പോൾ, ദോശയും അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ സമയത്ത് തന്നെയാണ് കേട്ടോ ഉപ്പിടൽ. പിന്നെ മാവ് കൂട്ടി വെക്കുമ്പോൾ ഉപ്പിടലില്ല. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുത്ത് പിന്നെ ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അടുപ്പത്താണ് കേട്ടോ ഒന്ന് ദോശ ഉണ്ടാക്കുന്നത്. നമുക്ക് ഇൻഡസ്വാലിൽ നിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയ ചട്ടിയാണ് കേട്ടോ ഈ ദോശച്ചട്ടി. നല്ല ചട്ടിയാണ്. അപ്പം ചൂടാനും ദോശ ചൂടാനും ചപ്പാത്തി ചൂടാനും പത്തിരി ചൂടാനൊക്കെ പറ്റും. അതുപോലെ തന്നെ വിറകടുപ്പിലും വെക്കാം, കറണ്ട് അടുപ്പുമ്മലും വെക്കാം, ഗ്യാസുമ്മലും വെക്കാം, എവിടെ വേണേലും വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ അടുപ്പത്താണ് കേട്ടോ അപ്പം ചുടുന്നത്. അപ്പോൾ ആ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലൊന്നാക്കി കൊടുത്തിട്ട് ദോശ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വലിയ ചട്ടി ആയതുകൊണ്ട് തീ നല്ലോണം ഒന്ന് കത്തണം ആദ്യം. എന്നിട്ട് ചട്ടി നല്ലോണം ചൂടായിട്ട് വേണം മാവൊക്കെ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ, ഇല്ലെങ്കിൽ വക്കൊന്നും ശരിക്കും വെന്തിട്ടില്ല. അപ്പോൾ ഞാൻ ചട്ടി ചൂടായിക്കണെന്ന് വിചാരിച്ചാണ്ട് ഓയിലൊക്കെ ആക്കി കൊടുത്ത് ദോശയും പരത്തി കൊടുത്തു. അപ്പോൾ അതിൻ്റെ ആ വക്കത്തൊക്കെ തീ എത്തണുള്ളതിന് കേട്ടോ, ഈ ചട്ടിൻ്റെ വക്കിനൊക്കെ. അപ്പോൾ അവിടെ കുറച്ച് സ്ഥലം അപ്പം വേവാനുണ്ടേനി. പിന്നെ ചില ആൾക്കാർ ദോശ ചുടുമ്പോൾ തിരിച്ചിട്ടാണ്ട് ഇടൂലേ, ഞാൻ തിരിച്ചിടലില്ല കേട്ടോ. അതേപോലെ മാവ് പരത്തി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടാണ് ദോശ ഉണ്ടാക്കൽ. ഞാൻ അതുവരെ അങ്ങനെ തിരിച്ചിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ എപ്പോഴും വിചാരിക്കും അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നുള്ളത്. പക്ഷെ അപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് തോന്നുക ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതിയേനി എന്നൊക്കെ. അപ്പോൾ ഫസ്റ്റ് ചുട്ട അപ്പത്തിൻ്റെ വക്ക് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടേനി കേട്ടോ. ആ ഭാഗത്തേക്ക് തീ എത്താത്തതുകൊണ്ടാണ്. പിന്നെ ചുട്ടപ്പോൾ ശരിയായി. ഈ ഇരുമ്പിൻ്റെ പാത്രങ്ങളായാലേ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോകൂലേ. ഇരുമ്പാകുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ ഉപയോഗിക്കുന്നിടത്തോളം അതിങ്ങനെ മയം വെച്ച് വരികയേ ചെയ്യുള്ളൂ. അപ്പം എണ്ണയൊക്കെ ഇങ്ങനെ ചട്ടിക്ക് അടുപ്പത്ത് വെക്കുന്ന സമയത്ത് തന്നെ എണ്ണ കിനിഞ്ഞ് വരുക. ഇന്ന് ഒരുപാട് കാലം യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ ദോശ ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട്. ദോശയൊക്കെ നല്ല ഉഷാറായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ അടുപ്പിൽ കനലൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ചോറ് ഇപ്പോൾ വെക്കണില്ലല്ലോ. ചോറ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉച്ചക്ക് കല്യാണം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇനി ഇപ്പം തന്നെ വെറുതെ വെച്ച് തണുത്ത് കഴിക്കണ്ടല്ലോ. വൈകുന്നേരം ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ ദോശ ചുടലൊക്കെ കഴിഞ്ഞതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പം ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ വേഗം മുറ്റമൊക്കെ അടിച്ചു വാരി ആകമൊക്കെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് പുഴയിൽ പോകണം. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് പ്രത്യേകിച്ച് വേറെ കുക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ടേ ക്ലീനിങ്ങിനാണ് ഇന്ന് പ്രധാന ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലോണം തട്ടിക്കുട്ടി അടിച്ചു വാരി തുടച്ച് ഒക്കെ വൃത്തിയാക്കി ഇടണം. പിന്നെ അലക്കാല്ലതും കൊണ്ട് പുഴയിൽ പോകും കേട്ടോ. പുഴയിൽ പോകുമ്പോൾ പിന്നെ അലക്കൽ അങ്ങനെ കഴിഞ്ഞോളും. അപ്പോൾ നമ്മളെ ദോശയൊക്കെ ഞാൻ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിന് കേട്ടോ. 2 ദോശയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ കുറച്ച് മീൻ കറിയും മീൻ ഫ്രൈ ചെയ്തതൊക്കെ ഉണ്ടായിനി. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഞാൻ കഴിച്ചു, കുട്ടികൾക്ക് പിന്നെ കേട്ടോ കൊടുത്തത്. ഓർക്കൊന്നും ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല വിശപ്പും ഉണ്ടായിനി. അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ചു.
ഹൈഫക്കുട്ടി മദ്രസക്കും പോയിട്ടുണ്ട്. അപ്പോൾ ഓള് മദ്രസിട്ട് വന്നിട്ട് വേണം പുഴയിൽ പോകണമെങ്കിൽ. അപ്പോഴത്തിന് വേഗം ക്ലീനിങ് ഒക്കെ തീർക്കണം കേട്ടോ. അവളെ കൊണ്ടുപോകാതെ പോയാൽ പിന്നെ ഇന്നത്തെ ദിവസം ഇളക്കേക്കാരം പറഞ്ഞാൽ അങ്ങനെ കരഞ്ഞുകൊണ്ട് കിട്ടോ. ചെറിയ കുട്ടികളെ മാതിരിയാണ് ഇപ്പോഴും. ഞങ്ങൾ ചെറിയ കുട്ടിയായിട്ടേക്കാരം. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോഴാണ് നമ്മൾ അനിയത്തി കുട്ടി വന്നത്. അപ്പോൾ ഓൾക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു. പിന്നെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴുകി വെക്കാൻ. അപ്പോൾ അതൊക്കെ കഴുകി വെച്ച് അങ്ങനെ കിച്ചണത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ വേഗം മുറ്റൊക്കെ അടിച്ചു വാരി അകൊക്കെ അടിച്ചു വാരിയിട്ട് ഒക്കെ വൃത്തിയാക്കിയിട്ട് അപ്പോഴത്തേന് നമ്മൾ ഐഫക്കുട്ടി മദ്രസിട്ട് വന്നിനി. പിന്നെ ഞങ്ങൾ പുഴയിൽ പോയി തുണികളൊക്കെ കഴുകി വന്നു. പിന്നെ അതൊക്കെ തുടച്ചാണ്ട് പിന്നെ വേഗം പോയി കുളിച്ചൊക്കെ വന്ന് എന്നിട്ട് കല്യാണത്തിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കല്യാണം ഓഡിറ്റോറിയത്തിലാണ്, കരുളായി കിണറ്റിങ്ങൽ പറയും. അപ്പോൾ അവിടെ ഓഡിറ്റോറിയത്തിലാട്ടോ കല്യാണം. അപ്പോൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ വീഡിയോ എടുക്കാൻ എനിക്ക് മടിയാണ്. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചപ്പം ഞങ്ങളെ സീറ്റിൻ്റെ അടുത്ത് മാത്രം ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്താട്ടോ. അപ്പോൾ നല്ല അടിപൊളി ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ ഉമ്മയും മഞ്ജുമോളും ഐഫക്കുട്ടിയൊക്കെ കുറച്ച് നേരത്തെ പോന്നിട്ടുണ്ടായിന്. ഞാനും ചിഞ്ചുമോളും ഇപ്പോഴാട്ടോ വന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒറ്റക്കായി ഫുഡ് കഴിക്കാൻ. ഓരൊക്കെ ഫുഡ് കഴിച്ച് പോയിട്ടുണ്ട് ഇവിടുന്ന്. അപ്പോൾ ഞങ്ങളങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു. ബിരിയാണി ഒന്നും പറയാല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. നല്ലോണം വെന്ത് നല്ല ടേസ്റ്റുള്ള ബീഫ് പോയിന് കേട്ടോ. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ ഓഡിറ്റോറിയത്തിൻ്റെ ഹോളിലേക്ക് വന്നതാണ്. അപ്പോൾ പെണ്ണിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ പെണ്ണിൻ്റെ വീട്ടുകാർ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. പിന്നെ ചെക്കനൊക്കെ വന്നിട്ടുണ്ട്. ഇത് കാണുന്നത് ഒരു സന്തോഷമാണല്ലേ. ഇതിപ്പോൾ ഇത് കണ്ടപ്പോൾ എൻ്റെ മഞ്ജുമോള് പറയാണ് ചിഞ്ചു താത്താൻ്റെ കല്യാണം ആവാൻ പൂതിയേക്കണ്. അപ്പോൾ പെണ്ണിൻ്റെ 2 ആങ്ങളമാരും അതേപോലെ ഉമ്മയും ഇപ്പയും ആങ്ങളുടെ വൈഫ് നാത്തൂനും ഒരാണ് കേട്ടോ ഈ ഈ സാധനത്തിന് എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. അയിമ പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് പെണ്ണിനെ അങ്ങോട്ട് സ്റ്റേജിലേക്ക് കയറ്റണത്. അപ്പോൾ ചെക്കനൊക്കെ വന്ന് അവിടെ സ്റ്റേജിൽ റെഡിയായി നിൽക്കുന്നുണ്ട് പെണ്ണിനെ വരവേൽക്കാൻ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഇതേപോലെ ഞാൻ കല്യാണത്തിന് പോയിനി അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നുള്ളൂ. പിന്നെ എല്ലാവർക്കും അങ്ങനെ വീഡിയോയിൽ വരുന്ന ഇഷ്ടമുണ്ടോ അല്ലെന്നൊന്നും നമുക്കറിയില്ലല്ലോ. നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തണതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതേപോലെ പുറത്തത്തെ വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ ആരെങ്കിലുമൊക്കെ വീഡിയോയിൽ ഉണ്ടെങ്കിൽ പിന്നെ ഓരത് കാണുമ്പം ഒരു മോശമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം പുറത്തത്തെ വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ അടുത്ത് പോയി വീഡിയോ ഒന്നും എടുക്കാതെ എടുക്കണത് കേട്ടോ. പിന്നെ ചിലർക്കാണെങ്കിലോ വീഡിയോയിൽ വരുന്നത് നല്ല ഇഷ്ടമായിക്കാരം. അപ്പോൾ പറയും എന്താ വീഡിയോ എടുക്കാത്തത്, ഞങ്ങളെന്താ എടുക്കാത്തത് നിങ്ങട്ട് ചോദിക്കും ചില ആൾക്കാർ. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇടയിൽ ആരെങ്കിലുമൊക്കെ ഒരാൾക്ക് ഇഷ്ടപ്പെടായിട്ടുണ്ടെങ്കിൽ അത് മതിയല്ലോ. പിന്നെ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ ചെക്കനൊക്കെ വന്നിട്ടുണ്ടല്ലോ, ചെക്കനെയും പെണ്ണിനെയൊക്കെ കണ്ടല്ലോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പോന്നു കേട്ടോ. പിന്നെ അമ്മയും നമ്മളെ അനിയത്തിക്കുട്ടിയും മക്കളെല്ലാവരും ഉണ്ടായിനും. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് പിന്നെ അവിടുന്ന് പോന്നു. ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ല വെയിലുമാണ്, നല്ല ചൂടുമാണ്. അപ്പോൾ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തൊക്കെ ചെയ്ത് അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റോക്ക് റൂമിലേക്ക് പോകണം കേട്ടോ. എനിക്ക് നാളെ സാധനങ്ങളൊക്കെ കൊടുക്കണം തിങ്കളാഴ്ച. അപ്പോൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ വല്ലാതെ കടന്നൂറിൻ്റെ സമയം കളയണില്ല. ഒരു 3 മണിയൊക്കെ ആയപ്പോൾ കിച്ചണിൽ വന്നതാട്ടോ. അപ്പോൾ എന്തിനാ വെച്ചാൽ നമ്മളെ ഈ ഒരു പഴക്കൊല ഉണ്ടായിട്ട് എന്തെങ്കിലും ഒരു റെസിപ്പി ഇതുകൊണ്ട് ഉണ്ടാക്കണമെന്ന് ഉണ്ടായിന് കേട്ടോ മനസ്സിൽ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചിലപ്പോൾ കൂടില്ല, ചിലപ്പം എന്താ ഉണ്ടാക്കാന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കും. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്. കുട്ടികളിനി ഇഷ്ടപ്പെട്ടാലും ഉപ്പിട്ടിട്ടില്ലെങ്കിലും ഓല് കഴിച്ചോളും. ഓർക്കൊന്നും പറ്റൂല നമ്മൾ ഉണ്ടാക്കണം ചിലപ്പോൾ കേട്ടോ. ചില സമയത്താണെങ്കിലോ ഒക്കെ പറ്റും ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് പഴം എടുത്തിട്ടുണ്ട് നമ്മളെ പഴക്കൊലം വന്ന്. പിന്നെ ഒരു 8 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും അവിൽ മിൽക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അവിൽ മിൽക്കൊന്നും അല്ല കേട്ടോ. ഞാൻ നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. ഞാൻ ഒരു റീൽസിൽ കണ്ടതേനി ഈ കൊച്ചിക്കോഴ എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷേ അതിൻ്റെ 7 അയൽവക്കത്തേക്ക് പോയിക്കണോ ഇല്ലേന്ന് അറിയില്ല. ഞാൻ ഉണ്ടാക്കിയിട്ട് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന്. അപ്പോൾ നിങ്ങൾക്കും കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞാണ്ട് ഞാൻ ചെറിയ പീസാക്കി കൈ കൊണ്ട് മുറിച്ച് ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഉടച്ചെടുക്കുന്ന സംഭവമേ കുറേ ദിവസമായിക്കണം ഇപ്പോൾ എടുത്തിട്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡിൽ ചെറുതായിട്ട് ഇങ്ങനെ തുരുമ്പ് വന്ന പോലെ തോന്നി. സ്റ്റീലാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഉരച്ച് തേച്ച് കഴുകി നല്ലോണം ഒന്ന് പഴം ഉടച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് അങ്ങനെ പഴം ഉടച്ചെടുത്തപ്പോഴാണ് തോന്നിയത് അവിലൊന്ന് വറുക്കണം എന്നുള്ളത് കേട്ടോ. അവിൽ വറുത്തിട്ട് വേണം അത് ഉണ്ടാക്കാൻ, എന്നാലുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ വേഗം ഒരു ഫ്രൈ പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് അവിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്.
അവിൽ വറുക്കാൻ പിന്നെ എളുപ്പമുണ്ടല്ലോ, എളുപ്പമാവും. നല്ലോണം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി, കരിയരുത്, കരിഞ്ഞ ടേസ്റ്റ് വരരുത്. അല്ലെങ്കിൽ പൊരിയാവിലുണ്ടെങ്കിൽ പൊരിയാവിൽ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ അവിലാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അവിൽ മിൽക്കൊക്കെ കുടിക്കുമ്പോൾ പൊരിയാവിലാണ് ഇഷ്ടം. ഇങ്ങനത്തെ റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനത്തെ അവിലാട്ടോ ഇഷ്ടം. അപ്പോൾ ഞാനത് ചൂടാക്കി എടുത്തിട്ടുണ്ട്, ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ഫ്ലെയിം ഓഫാക്കിയാലും നമ്മുടെ ഫ്രൈ പാന് നല്ല ചൂടാണ്, അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിയും. അപ്പോൾ കണ്ടോ നല്ലോണം മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതവിടെ മാറ്റി വെച്ചേ. ഇനി ഞാനിതവിടെ പിന്നെ നമ്മൾ ഉടച്ചെടുത്ത പഴം ഉണ്ടല്ലോ, ഒന്നും കൂടെ ഒക്കെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ, ശരിക്ക് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ശർക്കര ഉരുക്കിയിട്ട് ശർക്കരപ്പാനി ചേർത്താലും മതി. ഞാൻ ഇവിടെ വലിയ 2 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇതിലേക്ക്. എന്നിട്ട് ഇത് അതേപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മധുരമൊക്കെ എല്ലാ ഭാഗത്തും ഇപ്പോൾ ആയിട്ടുണ്ടാവും. ഇനി ഞാൻ കുറച്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ടേനും അതും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി ചില കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവില്ല, ഇവിടെ ഇഷ്ടമില്ലേനി കേട്ടോ. ഇവിടെ മക്കൾ ഇതൊക്കെ പൊറുക്കി കളഞ്ഞേക്കേനി, ഓർക്ക് കിട്ടിയ ഇതിന്നൊക്കെ കേട്ടോ. അപ്പോൾ കുട്ടികളോട് ചോദിച്ചിട്ട് ചേർത്താൽ മതി ചെറിയ ഉള്ളി. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ, നമുക്ക് വലിയവർക്കൊക്കെ ഇഷ്ടമായി, കാരണം ചില കുട്ടികൾക്ക് അങ്ങനെ ഇഷ്ടമുണ്ടാവില്ലല്ലോ. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത്, അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചിൻ്റെ നീരുണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തിട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയുള്ളിൻ്റെ ആ നീരും അതേപോലെ ഇഞ്ചിൻ്റെ നീരൊക്കെ എല്ലായിടത്തും ആവണം, നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ കുറച്ച് തേങ്ങ ഇവിടെ ചിരവി എടുത്തിട്ടുണ്ടേനും അതും അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ തന്നെ ചേർക്കണമെന്നില്ല, തേങ്ങാപ്പാൽ ചേർത്താലും മതി. ഞാൻ തേങ്ങ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ അതേപോലെ തേങ്ങ എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത പാലുണ്ടേനും, അപ്പോൾ ആ തണുത്ത പാൽ കുറച്ച് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അതേപോലെ നല്ലോണം മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ നല്ലോണം ലൂസ് ആവരുത്. ഒരു കപ്പ് പാല് മതി കേട്ടോ. അത് 500 പാലേന് 6 ലിറ്റർ പാലേന് കേട്ടോ ഞാൻ എടുത്തിനത്. പക്ഷെ അത് മുഴുവൻ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല, പകുതി മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഇതിങ്ങനെ കുറുകിയിട്ടുണ്ട്. നല്ലോണം ലൂസായാൽ പറ്റൂല, കുറച്ച് ഇതേപോലെ കട്ടിയായിട്ട് തന്നെയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇത്ര മതി. അപ്പോൾ നല്ലോണം മിക്സ് ആക്കി കൊടുത്തില്ല. പിന്നെ മധുരം ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഞാൻ ഒരു പ്ലേറ്റിക്ക് വാഴൻ്റെ ഇല വെച്ച് കൊടുത്തേക്കാം കേട്ടോ. എനിക്ക് പിന്നെ എന്ത് വിളമ്പാണെങ്കിലും ഇപ്പോൾ വാഴൻ്റെ ഇലയിൽ വിളമ്പണം, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. വീഡിയോയിൽ കാണുമ്പോൾ ഒരു രസമല്ലേ, അപ്പോൾ ഞാൻ കുറച്ച് അതേപോലെ വാഴൻ്റെ ഇലയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ വറുത്ത് വെച്ച അവിലുണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കണം, അപ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കലുണ്ടോ അങ്ങനത്തെ റെസിപ്പി? ഇത് ഉണ്ടാക്കലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ. ഞാൻ ഇപ്പോൾ ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ മുന്നേ ഒരു പ്രാവശ്യം ഉണ്ടാക്കിനി, അപ്പം അന്ന് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിനി. അന്ന് ഞാൻ ചെറിയ ഉള്ളി ചേർത്തിട്ടില്ലേനി കേട്ടോ. ഇപ്രാവശ്യം ഞാൻ ചെറിയ ഉള്ളി ഇഞ്ചിനീരൊക്കെ ചേർത്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്. ചെറിയ ഉള്ളി ചേർത്തപ്പോൾ മക്കൾക്ക് പറ്റിയിട്ടില്ല, മക്കൾ ചെറിയ ഉള്ളി എടുത്തിട്ടിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാണ്. അവിലും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് കൂട്ടിക്കുഴച്ച് കഴിച്ചപ്പോഴേ അടാറ് ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിൽ ഇപ്പോൾ നമുക്ക് 50K ഫോളോവേഴ്സ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.